ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സോയിൽ ക്ലീൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സോയിൽ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഡ്രിങ്ക് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആകെപ്പാട് ഒരു മഷ്റൂമിൻ്റെ വീഡിയോ എടുത്ത്, പക്ഷേ അതിൻ്റെ പെയിൻറ്റ് അടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. അപ്പം നമുക്ക് ക്ലീൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 2 ബക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മണ്ണൊക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ബക്കറ്റ് നിറയെ മണ്ണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ മണ്ണ് എടുക്കുമ്പോൾ കുറച്ച് കുഴിച്ചെടുക്കാൻ നോക്കണം. കാരണം കുഴിച്ചെടുക്കുന്ന മണ്ണായിരിക്കും കുറച്ചും കൂടെ സോഫ്റ്റ്. പിന്നെ മുകളിൽ കിടക്കുന്ന എടുത്താൽ മൊത്തം കല്ലൊക്കെ ആയിരിക്കും. ഞാൻ ഈ എടുത്ത ഒരു ബക്കറ്റ് മണ്ണ് വേറൊരു ബക്കറ്റിനകത്തും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നിറഞ്ഞിരുന്നാൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇളക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ബക്കറ്റിനകത്തോട്ട് കോരി ഇടുന്നുണ്ട്. ഇത് അത്യാവശ്യം പാടായിരുന്നു. കുറേ കല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബക്കറ്റിനകത്തോട്ട് ഈ മണ്ണങ്ങ് ഉറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പാടായിരുന്നു. ഇനി ഈ ബക്കറ്റിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഈ 2 ബക്കറ്റ് മാറിയും തിരിഞ്ഞും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കമ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇളക്കാൻ. പിന്നെ ഈ ക്ലേ ഉണ്ടാക്കാൻ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ബക്കറ്റ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ നെറ്റുള്ള ഒരു തുണി എടുത്ത് ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മണ്ണെല്ലാം കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അരിക്കണം. ഞാൻ അരിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ എടുത്ത് കൂടുതലും കല്ലായിരുന്നു. പിന്നെ നന്നായിട്ട് അരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 ബക്കറ്റിലിരിക്കുന്ന മണ്ണ് നമുക്ക് നന്നായിട്ട് അരിച്ചു കൊടുക്കണം. അങ്ങനെ 2 ബക്കറ്റിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് വെക്കണം. കാരണം അത്യാവശ്യം വെള്ളം ഒന്ന് തെളിഞ്ഞ് കാണാനാണ്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഒരു ബക്കറ്റിൽ അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ബക്കറ്റിൽ ചെറുതായിട്ടേ തെളിഞ്ഞിട്ടുള്ളായിരുന്നു. എന്നാലും നമുക്ക് സാരമില്ല. അങ്ങനെ നമ്മൾ തെളിഞ്ഞ വെള്ളം എല്ലാം എടുത്ത് കളയുന്നുണ്ട്. ഇനി തെളിഞ്ഞ വെള്ളമെല്ലാം കളഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും അരിക്കണം. ഇനി അരിക്കുമ്പോൾ നമ്മളൊരു തോർത്തിട്ടരിക്കണം. കാരണം ഇതിൽ തരി ഉണ്ടെങ്കിൽ തോർത്തിനകത്ത് തന്നെ ഇരുന്നോളും. അല്ലെങ്കിൽ നമ്മുടെ ബക്കറ്റിനകത്തോട്ട് മൊത്തം പോകും. ഇനി 2 ബക്കറ്റ് ഇരിക്കുന്ന ചെടിവെള്ളം നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഇത് അരിച്ചെടുക്കാനാണ് നോക്കുന്നത്. കാരണം നല്ല മഴയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ മടിച്ചിരുന്നായിരുന്നു. പിന്നെ അത്യാവശ്യം മഴയൊന്ന് തോന്നുമ്പോൾ പിന്നെ അങ്ങ് ഇറങ്ങിയതാണ്. എന്തായാലും ഇത് പെട്ടെന്നൊന്ന് അരിക്കട്ടെ. അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം 2 ബക്കറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ വെക്കണം. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം അത്യാവശ്യം വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തെളിഞ്ഞ വെള്ളമെല്ലാം എടുത്ത് കളയുന്നുണ്ട്. എല്ലാ വെള്ളവും നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു തുണിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരു ദിവസം ഒന്ന് കിഴി കെട്ടി ഇങ്ങനെ വെക്കണം. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ 3 തുണിക്കകത്ത് ഇങ്ങനെ കിഴിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ദിവസം വെക്കണം. എന്നാലേ വെള്ളം എല്ലാം പോകത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 3 തുണിയും നന്നായിട്ട് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വിരിച്ചിട്ട സമയത്ത് വെയിലൊന്നും ഇല്ലായിരുന്നു. ഇതെന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇതായിരുന്നു കുറച്ചങ്ങ് വെള്ളം പോലെ ഇരുന്നത്. പിന്നെ എൻ്റെ അനിയത്തിക്കും എനിക്കും കുറച്ച് ക്ഷമ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം ഉണങ്ങിയപ്പോഴത്തേക്കും ഇങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തുണിക്കകത്ത് നിന്ന് വലിച്ചെടുക്കുവാണ്. പിന്നെ ബാക്കി 2 അത് നന്നായിട്ട് ഉണങ്ങണം. അതൊരു 2-3 ദിവസമൊക്കെ എടുക്കും ഉണങ്ങി വരാൻ. അങ്ങനെ എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും കുറേ പരിശ്രമത്തിന് ശേഷം ഇവിടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ തറയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ ഈ ക്ലേ കൊണ്ട് ഇനി എന്ത് ഉണ്ടാക്കണമെന്നും തറയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അപ്പോൾ ബൈ.